നല്ല ചൂടത്ത് ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നില്ലേ? എങ്കിൽ സിമ്പിളായിട്ട് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഐസ്ക്രീം കഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ബൗളായിരിക്കണം. അതിലേക്ക് വിപ്പിംഗ് ക്രീമാണ്, ടോപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ അതിനകത്തേക്ക് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഏകദേശം ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ. 500 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം മിക്സിയിൽ അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിനേക്കാളും. നന്നായിട്ട് അതിങ്ങനെ പൊങ്ങി വന്ന് അതായത് ഒരു ക്രീം പാകത്തിന് കിട്ടണം. അതായത് നന്നായിട്ട് ക്രീം പാകത്തിനായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 250 ഗ്രാമിൻ്റെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ അതിനനുസരിച്ച് ബാക്കിയെല്ലാം എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ പൊങ്ങി വന്ന് ഒരു ഇങ്ങനെ താഴെ ചാടാത്തൊരു പരുവത്തിന് നമുക്ക് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡും ഇതുപോലെ ഞാനൊരു ഹാഫേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് ഓറിയോ ബിസ്ക്കറ്റ്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഒരു 10 എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്രഞ്ച് ചെയ്യുക. അപ്പോൾ കുറച്ച് പീസായിട്ട് അതിനകത്ത് കിടക്കണം, ഐസ്ക്രീമിൽ കിടക്കണം എന്നുള്ളവർ കുറച്ച് ചെറിയ പീസിന് എടുത്താൽ മതി. ഞാനിങ്ങനെ ഒരു ചെറിയ പീസായിട്ട് കിടക്കാൻ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം നന്നായിട്ട് ക്രഷ് ചെയ്ത് പൊടിയായിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ പതിയെ ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ ഫ്രീസറിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഈ പാത്രത്തിലാണെങ്കിലും വെച്ചാൽ മതി. നല്ലൊരു ബൗളിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബൗളിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ വീട്ടിൽ ഇത് തണുപ്പിക്കാനായിട്ട് വെച്ചപ്പോൾ മുതൽ കാവലായിരുന്നു രണ്ടുപേരും. അതുകൊണ്ട് അത് നല്ലപോലെ തണുത്ത് കിട്ടിയില്ല ഗൈസ്. അതിന് മുമ്പേ തീർന്നു പോയി. നല്ല ടേസ്റ്റായിരുന്നു. 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ എങ്കിലും സംഗതി കിടുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ നമ്മുടെ ഈ ചാനൽ അതുപോലെ നമ്മുടെ കുക്ക് വിത്ത് ജുവൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഫോളോ ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഈ സമ്മറിന് കിടുവാണ്. അങ്ങനെ ഭയങ്കര തണുപ്പുമില്ല, എന്നാൽ കിടിലൻ ടേസ്റ്റുമാണ്. ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ബൈ. പിന്നെ ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും തണുപ്പിച്ചതിന് ശേഷം എടുക്കാമുള്ളൂ കേട്ടോ. ഞാൻ അതിന് മുമ്പേ എടുത്തു പോയി. കാരണം ഇവിടെ 2 പേര് കാവലിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഓക്കെ, ബൈ.